നമസ്കാരം ഗൈസ്. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും ഒരു 9 കിലോമീറ്റർ ചുറ്റളവിൽ നല്ല മനോഹരമായൊരു വീട് നോക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് പണിയെല്ലാം തീർന്ന് റെഡി ടു മൂവ് ഓൺ ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പോൾ 3 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സെമി കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. നമുക്കിത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 30 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു അടാറ് വീടാണ് ഈ കാണുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളും കാര്യങ്ങളും തന്നെ ഉണ്ട്. താമസക്കാരും ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് മുഴുവൻ നമുക്ക് താമസക്കാരുള്ള ഒരു ഏരിയ തന്നെയാണ്. ആ കാണുന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 30 മീറ്ററേ നമുക്കുള്ളൂ. അവിടെയാണ് നമുക്ക് ഈ ഒരു ബസ് റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം മാറി ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 12 കിലോമീറ്റർ മാത്രം മാറി വരുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനിൽ വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. എലിവേഷൻ വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 3D എലിവേഷൻ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള കേബിൾ റൂഫും കാര്യങ്ങളൊക്കെ ചെയ്ത് ടെക്സ്ചർ വർക്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായൊരു എലിവേഷൻ ഡിസൈനും കാര്യങ്ങൾ കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു മനോഹരമായൊരു വീടാണ്. കുറച്ചുകൂടെ അതിനെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് 3 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. 3 ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഒരു വീട് തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ടാറിട്ട ഫ്രണ്ടേജും കാര്യങ്ങളും തന്നെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. വീടിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഈ കാണുന്നതാണ് ഇത്രയും വിശാലമേറെ വീതിയുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 12-14 അടി നമുക്ക് ഈ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടിയായാലും നമുക്ക് സുഖമായിട്ട് വീടിനകത്ത് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് വന്ന് തന്നെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പം ഈ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ട് മുഴുവൻ നമുക്ക് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഗ്യാസ് ചേമ്പറും അതുപോലെ തന്നെ ഒരു നനക്കല്ല് നമുക്ക് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു കവേർഡ് കാർ പാർക്കാണിത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വലിയ ഒരു വണ്ടിയൊക്കെ നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഒരു 3D എലിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കവേർഡ് കാർ പാർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു സ്പേസും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും മനോഹരമായ സിറ്റ് ഔട്ടും കാര്യങ്ങളും തന്നുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. 12x4 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. 2 ബീമിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ക്വയറ്റ് പ്ലേസിൽ വീടൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡിൽസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു പ്ലാവിൻ്റെ അടിയിൽ തീർത്ത ഒരു മെയിൻ ഡോറാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് പോവാം. അപ്പോൾ നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലിവിങ് ഏരിയയിലോട്ട് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കവറപ്പ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ലിവിങ് ഏരിയ പണി ചെയ്തിട്ടുള്ളത്. ടൈലും കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ തന്നെയാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് TV യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും TV യൂണിറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ലെവലിലുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ്. നമുക്ക് മുകളിൽ നിന്ന് പാനൽ വർക്കും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഒക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒരു സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് താഴെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കവറപ്പ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു പാറ്റേണിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയാണ് ഈ കാണുന്നത്. ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു 8 സീറ്റ് വരുന്ന ചെയർസും കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഡൈനിങ് ഏരിയയ്ക്ക് ഉണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് വുഡ് പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഏരിയ ആണ് ഈ കാണുന്നത്. നല്ല സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല ഒരുക്കിക്കൊണ്ട് ബാക്കിൽ നല്ല പാനൽ വർക്കൊക്കെ ചെയ്ത് ഒരു സ്മാർട്ട് മിറർ വിത്ത് ലൈറ്റ് വരുന്ന സ്മാർട്ട് മിററും കാര്യങ്ങളൊക്കെ
വെച്ച് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റെയറിൻ്റെ അടിയിൽ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ വർക്ക്, നല്ല ക്വാളിറ്റി വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണും കാര്യങ്ങളും തന്നെയാണ് വന്നേക്കുന്നത്. ഫ്ലോറിങ്ങിൽ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും ഗ്രേ കളർ ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രീമിയം രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു കിച്ചണിൽ കിട്ടുന്നുണ്ട്. 12x12 ഡയമെൻഷൻ തന്നെയാണ് കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തും വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ, മുകളിലും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്, മോഡുലാർ രീതിയിലുള്ള വർക്കും കാര്യങ്ങളും തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ചിമ്മിനി എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലെന്നിൻ്റെ കമ്പനിയിലുള്ള ഒരു ചിമ്മിനി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഹോബും നമുക്കിവിടെ ഓൾറെഡി അവൈലബിൾ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുമാത്രമല്ല സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ്, കബോർഡിൻ്റെ താഴെയെല്ലാം സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കി തീർത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് നമുക്കൊരു വർക്ക് ഏരിയ, ചെറിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ്. നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് തന്നെ സ്ലാബും കാര്യങ്ങളും അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കിച്ചണിൻ്റെ ഭാഗത്തുനിന്നും വന്നേക്കുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ് താഴെയും ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചണിൻ്റെ വർക്ക് ഏരിയയുടെ വിശേഷം എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. 3 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാനാണ് നമ്മൾ ഈ ഒരു വീടിന് ചെയ്തേക്കുന്നത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള റൂം സൈസ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു കോർണറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ ആണ് നമുക്ക് റൂമിൻ്റെ കിട്ടുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഒരു ഇൻബിൽഡായിട്ട് വരുന്ന വാൾ റൂഫ്സ് നമുക്ക് ഒരു കോർണറിലുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ഈ ഒരു പാറ്റേണിലെ ഫോൾ സീലിംഗ് വർക്കാണ് ഈ റൂമിൽ ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വരുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഗ്രിപ്ഡ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്ന് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയുടെ വർക്കും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ വർക്കുമാണ് ചെയ്തേക്കുന്നത്. തേക്കിൻ്റെ തടിയും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. സൈഡിലായിട്ട് നല്ല പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു ഫർഗോള മോഡൽ വരുന്ന ഒരു ഡിസൈനും കാര്യങ്ങളും വിത്ത് നമുക്ക് ആ ഒരു ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇങ്ങനെ ഒരു ലിവിങ് ഏരിയ അല്ലാതെ തന്നെ 2 ബെഡ്റൂമും ഒരു മെയിൻ ബാൽക്കണിയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടൊന്ന് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് 12x12 ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഫ്ലോറിനായിട്ട് നല്ല ക്വാളിറ്റി വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു വാൾ റൂഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം വെച്ചിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് മുകളിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്ക് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ, ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ടേബിളും അതുപോലെ തന്നെ ഒരു മിററും നമുക്കിവിടെ അറേഞ്ച് ചെയ്താണ് ഈ ഒരു ഭാഗം കവറപ്പ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ചെറിയൊരു സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തീർത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ്, ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യം തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ടോട്ടലി 3 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത് വീടിൽ. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂമാണ്.
14x16 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഒരു കബോർഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്കാണ്. ഈ ഒരു ഭാഗത്തും ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇങ്ങനെ മുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ ഒരു മിററും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെയും നമുക്ക് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആയ ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊരു ചെറിയ ഓപ്പൺ ഏരിയ നമുക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിലാണ് നമുക്ക് ഇത് ടെറസിലോട്ട് പോകാനുള്ള നമ്മളെ മെയിൻ എൻട്രൻസ് ആണ്. ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലാണ് നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോകാം. മെയിൻ ബാൽക്കണിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ബാൽക്കണി തന്നെയാണ്. നമ്മൾ ഫ്ലോറിനായിട്ട് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്കുമാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഫോൾ സീലിങ്ങിനായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തൊരു സ്ട്രിപ്പ് മോഡലിൽ നമുക്ക് വരുന്ന കുറച്ച് സ്റ്റീൽ ബാർസും കാര്യങ്ങളും വെച്ച് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വൈകിട്ടുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ ഇരുന്നാലും നമുക്ക് കാറ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ മാത്രം മാറി നല്ല അടിപൊളിയായിട്ടുള്ള പേയാട് എന്നുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ശങ്കർനാർ റോഡിൽ വരുന്ന ഒരു മനോഹരമായൊരു വീടാണ് നമുക്ക് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും ഈ വീടിൻ്റെ വിശേഷങ്ങളെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഫുൾ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 3 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു വീടാണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 30 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു കിടിലം വീട്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 72 ലക്ഷമാണ്. 72 lakhs ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റും കൂടെയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും കാര്യങ്ങളും എല്ലാം നല്ല മനോഹരമാക്കി നല്ല അടിപൊളി വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വീടാണ്. 72 lakhs ആണ് നമുക്ക് ഇതിൻ്റെ ചോദ്യം വരുന്നത്. വീടിൻ്റെ ഈ ഒരു പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ കൂടെയാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.